കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കിന്ന് ലോകത്ത് നോക്കുമ്പോൾ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ആര്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നത് ആരെന്ന് നമുക്കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഇവിടെ വചനം പറയുന്നു, സ്നേഹിതൻ, നല്ലൊരു സ്നേഹിതൻ നല്ല സമയത്ത് മാത്രമല്ല, അനർത്ഥകാലത്തും ഒരു സഹോദരനെ പോലെ കൂടെ നിന്ന് സഹായിക്കുന്നു എന്ന് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഒരു സ്നേഹിതന് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുന്നതിലും അധിക സ്നേഹം വേറെ ഒന്നുമില്ല എന്ന്. ഈ ഭൂമിയിൽ നമുക്ക് യഥാർത്ഥ ഒരു സ്നേഹം നൽകുവാൻ ഈ ലോകത്താരും കാണത്തില്ല. കാരണമെന്ന് പറഞ്ഞാൽ, അവരെന്തെങ്കിലും ഒരിക്കൽ സ്നേഹിക്കുകയാണെങ്കിൽ അത് പിന്നെ നമുക്കതൊരു ദേഷ്യത്തിലും അവർ മാറാറുണ്ട്. പക്ഷേ തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇതുപോലെ വേറൊരു സ്നേഹം ഇല്ല എന്ന് യേശു പറഞ്ഞു. അപ്പം നമുക്ക് വേണ്ടി ജീവൻ വെച്ച് പോയത് നമ്മുടെ യേശു കർത്താവാണ്. നമുക്ക് ഈ ലോകത്ത് സ്നേഹിക്കുവാൻ ആളില്ല, അല്ലെങ്കിൽ നമുക്ക് കരുതുവാൻ ആളില്ല എന്ന് കരുതുമ്പോഴും യേശു നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവനെ തന്ന് ഞാൻ നിന്നെ സ്നേഹിച്ചു, എന്നെക്കാളും അധികം ഈ ഭൂമിയിൽ സ്നേഹിപ്പാൻ നിനക്ക് ആരും കാണത്തില്ല എന്ന്. ഇന്ന് നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന പലരും ചില കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അവിടെ സ്നേഹത്തിനൊരു മാറ്റമുണ്ടാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ആ സമയങ്ങളിൽ നാം മനം നൊന്ത് പോയി നാം സങ്കടത്തിലാകാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ ലോകത്തെ ഏറ്റവും നല്ലൊരു സ്നേഹിതനും ഒരു കൂട്ടാളിയും യേശു എന്ന് നാം ഉറയ്ക്കണം. ആ യേശുവെ നോക്കി നാം ജീവിക്കുമ്പോൾ ഒരിക്കൽ പോലും ലജ്ജിച്ചു പോകേണ്ട ഇടവരികയില്ല. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, ഈ ലോകത്ത് നമുക്ക് ജീവിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളെ സ്നേഹിപ്പാനും ലാളിപ്പാനും പാലിപ്പാനും അങ്ങല്ലാതെ ഭൂമിയിൽ ആരുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതകാലത്ത് ഏത് ഘട്ടത്തിലും കൂടെ വരുവാൻ, ഏത് പ്രതിസന്ധി വേളയിലും കൂടെ നിൽപ്പാൻ അപ്പനെ കൊണ്ട് തന്നെ കഴിയും. ഞങ്ങളെ ദൈവമേ, നിൻ്റെ വലതുകരം പിടിച്ച് നടത്തണമേ. കർത്താവെ, ഞങ്ങൾ ഈ മരുഭൂമിയിൽ പട്ടുപോകാതിരിപ്പാൻ നിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.